ഇത് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് 350. ഞാൻ ഈ മോഡലിൻ്റെ, അതായത് കിക്ക് സ്റ്റാർട്ട് മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ കിക്ക് സ്റ്റാർട്ടിങ് പ്രൊസീജിയറും അതിൻ്റെ ഓട്ടോ ഡികംപ്രഷൻ്റെ മെക്കാനിസം ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 1 മന്തായി. ഇതിൻ്റെ എനിക്കുണ്ടായ അനുഭവങ്ങൾ, പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ ഇതിൽ എന്തൊക്കെ മാറ്റം വരുത്തി, അതുകൊണ്ടുണ്ടായ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഞാനിന്ന് ഷെയർ ചെയ്യും. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ റിവ്യൂ ഇടാം എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും അത് ഒരു വലിയ വീഡിയോ ആകും. അതുകൊണ്ട് ഒത്തിരി സമയം വേണം. അതുകൊണ്ട് ഞാൻ അത് ഉടനെ ഇടും. ഇപ്പോൾ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. ഉടനെ ഇടുന്നതായിരിക്കും. വണ്ടിയുടെ രജിസ്ട്രേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രജിസ്ട്രേഷൻ കഴിഞ്ഞ നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല, സോറി. സോ ഈ വണ്ടിയിൽ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന, എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് റോയൽ എൻഫീൽഡിൽ വൈബ്രേഷൻ ഉണ്ടോ, അതാ സ്റ്റാൻഡേർഡ് മോഡൽ, ഈ സ്റ്റാൻഡേർഡ് 350 മോഡൽ വൈബ്രേഷൻ ഉണ്ടോ, പിന്നെ ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താ. ഡെഫിനറ്റായിട്ടും എല്ലാ പ്രോബ്ലമിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താ, ഇതിനെപ്പറ്റിയൊക്കെ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വണ്ടിയിൽ ഇതിൻ്റെ കിലോമീറ്റർ റീഡിംഗ് നിങ്ങൾക്ക് കാണാം. അറൗണ്ട് 1333 കിലോമീറ്റേഴ്സ് വണ്ടി ഓടി. മേടിച്ചിട്ടിപ്പോൾ ഏറെക്കുറെ ഫെബ്രുവരി 1 മേടിച്ചത്. ഇപ്പോൾ മാർച്ച് 3rd or 4th. ഓക്കെ, ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ വണ്ടിയുടെ ഒരു സ്വഭാവത്തെ പറ്റി എനിക്കൊരു നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ബെനഫിഷ്യൽ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വ്യൂ കണ്ടാൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ വണ്ടിയുടെ ഹാൻഡിലിനെ പറ്റി ഒരു വ്യത്യാസം, കാരണം ഇത് പഴയ എൻഫീൽഡിൽ ഉപയോഗിക്കുന്നത്, അതായത് G2, റോയൽ എൻഫീൽഡ് G2-ലൊക്കെ കണ്ടുവരുന്ന ഒരു ഹാൻഡിലാണിത്. ഈ സ്റ്റാൻഡേർഡിൽ വരുന്ന ഹാൻഡിൽ ഇങ്ങനെ പൊങ്ങി, ഇതിങ്ങനെ കണ്ടാൽ തന്നെ വൃത്തികേടാ. അതുമാത്രമല്ല ഒത്തിരി ദോഷങ്ങൾ തന്നെയുണ്ട്. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡിൽ സ്റ്റോക്കായിട്ട് വരുന്ന ഹാൻഡിലുള്ളത്. അപ്പോൾ അതെനിക്കിഷ്ടമില്ല, കാണാനും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനത് മാറ്റി. പക്ഷേ ഇപ്പോൾ ഈ ഹാൻഡിൽ കൊണ്ട് എനിക്ക് വളരെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ എല്ലാവർക്കും ഈ ഹാൻഡിൽ റെക്കമെൻഡ് ചെയ്യും. ഈ ഹാൻഡിൽ വെച്ചാൽ തന്നെ ഒരു പഴയ എൻഫീൽഡിൻ്റെ ഒരു പ്രൗഢിയും ഒരു ലുക്കും കാണാം. നല്ലൊരു ലുക്ക് വരും. സൈഡിൽ നിന്ന് നോക്കിയാൽ ഈ ഹാൻഡിലിൻ്റെ ഒരു ഇരിപ്പ് വശങ്ങൾ, അത് സൈഡിലോട്ട് ഇങ്ങനെ വളഞ്ഞാതിരിക്കുന്നത്. നമ്മൾ പിടിക്കുമ്പോഴും ഇതിങ്ങനെ ചെരിഞ്ഞായിരിക്കും പിടിക്കുന്നത്. ഇങ്ങനെ മറ്റേ ഹാൻഡിൽ പോലെ ഇങ്ങനെയല്ല, ഇങ്ങനെ പിടിക്കാൻ നല്ല സുഖമുണ്ട്. ഞാനിത് അറൗണ്ട് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഞാൻ കേരളത്തോട്ട് അറൗണ്ട് 3-4 hours കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചിട്ട് ഒരു കൈവേദനയും പെയിനും ഒന്നുമില്ല. അതിന് യാതൊരു പേടിയും വേണ്ട. ഐ വിൽ റെക്കമെൻഡ് യു. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കണ്ടോ, പഴയ എൻഫീൽഡിൻ്റെ ഒരു ലുക്കാണിത്. കണ്ടോ, ഹാൻഡിലിങ്ങനെ വളഞ്ഞ് നല്ല കൊമ്പിൻ്റെ ഷേപ്പിലുള്ള ഒരു ഹാൻഡിലാണ്. കണ്ടോ, പിടിച്ചിരിക്കുമ്പോൾ ഒരു ലുക്ക് തന്നെ എൻഫീൽഡിന് ഈ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ എൻഫീൽഡ് കാര്യമില്ല. അല്ലാതെ ഇങ്ങനെ പൊങ്ങി വളഞ്ഞ ഹാൻഡിൽ പിടിച്ച ആ ഒരു എൻഫീൽഡിൻ്റെ ലുക്ക് തന്നെ പോയി മഹാവൃത്തികേടായിരിക്കും. ഇപ്പോൾ ഈ ഹാൻഡിലിനെ പറ്റി ചില ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാനൊരു കൺട്രോൾ എൻജിനീയറാണ്. ഇപ്പോൾ കൺട്രോൾ സിസ്റ്റം എന്ന് വെച്ചാൽ അതൊരു മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ, മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് നമ്മൾ സിസ്റ്റമിനെ അനാലിസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ കൺട്രോൾ സിസ്റ്റമിൻ്റെ ഒരു കണ്ടൻറ്റ്. അപ്പോൾ എനിക്കറിയത്തില്ലേ, റോയൽ എൻഫീൽഡുകാർ ഈ ഹാൻഡിൽ വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ സിസ്റ്റം ഡിസൈനിലും കൺട്രോൾ എൻജിനീയേഴ്സൊന്നും കാണില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്ര ചെറിയൊരു പ്രോബ്ലം എങ്ങനെ
എലിമിനേറ്റ് ചെയ്യണമെന്ന് ഇവർ മറന്നുപോയത്, അല്ലെങ്കിൽ ക്യാരി ചെയ്യാതെ പോയത്. ഞാൻ ഒരു കൺട്രോൾ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചില ടെക്നിക്കൽ ഡീറ്റെയിൽസ് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് കേട്ട് കാണും. എല്ലാ ഓസിലേറ്റിംഗ് അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റിനും ഒരു റെസൊണന്റ് ഫ്രീക്വൻസിയും കാണും, ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയും കാണും. ഇപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഹാൻഡിലിനെ അപേക്ഷിച്ച് പറയുകയാണ്. ഈ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഹാൻഡിലിനെ അപേക്ഷിച്ച് ഞാൻ പറയാം. അപ്പോൾ ഈ ഹാൻഡിൽ വൈബ്രേറ്റ് ആകുന്നത് ഇവിടെ ഫിക്സ്ഡ് ആണ്. ഹാൻഡിലിൻ്റെ ഈ പോർഷൻ ഫിക്സ്ഡ് ആണ്. ഇവിടുന്ന് ഇത് ഇളകുന്നൊന്നുമില്ല. ഇവിടെ ഫിക്സ് ആണ്, പക്ഷേ ഇവിടെ ഈ സൈഡുകൾ വൈബ്രേറ്റ് ആകുന്നു. എന്ന് വെച്ചാൽ ചെറിയൊരു സ്പ്രിങ് ആക്ഷൻ കാണും, ഒരു എലാസ്റ്റിക് ഡിഫോർമേഷൻ കാണും. ഇവിടെ ഫിക്സ്ഡും ഇവിടെ വൈബ്രേഷൻ ആകണമെങ്കിൽ ഷുവറായിട്ടും ഹാൻഡിലിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് ഒരു എലാസ്റ്റിക് ഒരു ഫ്ലക്ച്വേഷൻ കാണും. ദാറ്റ് ഈസ് കോൾഡ് സ്പ്രിങ് ആക്ഷൻ. അതിനൊരു സ്പ്രിങ് കോൺസ്റ്റൻ്റ് ഉണ്ട്. സ്പ്രിങ് കോൺസ്റ്റൻ്റ് ഡിപ്പെൻസ് ഓൺ ഈ സ്ട്രക്ചർ, അതായത് ഈ ഹാൻഡിലിൻ്റെ തിക്നെസ്, അതിൻ്റെ ഈ ഷേപ്പ്, പിന്നെ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, റിജിഡ്നെസ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് സ്പ്രിങ് കോൺസ്റ്റൻ്റ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഇനിയും ഇപ്പോൾ ഈ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഇതിൻ്റെ മാസ്, ഈ ഹാൻഡിലിൻ്റെ മാസ്, ഇതിൻ്റെ ഭാരം, ഈ ഹാൻഡിലിൻ്റെ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഭാരവും അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി നിർണ്ണയിക്കുന്ന വേറൊരു ഫാക്ടറാണ്. ഈ രണ്ട് ഫാക്ടറാണ് ഈ ഹാൻഡിലിൻ്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി നിർണ്ണയിക്കുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്നാ, അത് എത്ര ഓസിലേഷൻ പെർ സെക്കൻഡ്, എത്ര വേഗത്തിൽ വൈബ്രേറ്റ് ആവുന്നു. ഫ്രീക്വൻസി കുറവുള്ള വൈബ്രേഷൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ഫ്രീക്വൻസി കൂടുതലുള്ളതാണെങ്കിൽ ഇങ്ങനെ. സോ ദാറ്റ് ഈസ് വാട്ട് ഫ്രീക്വൻസി. ഇനി നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ഈ ഒരു സാധനത്തെ ഞാനിങ്ങനെ ഒരു ഇമ്പൾസ് കൊടുക്കുക. ഇതിന് ഞാൻ ഇങ്ങനൊരു ഇമ്പൾസ് കൊടുത്താൽ ഒരു സൗണ്ട് കേൾക്കാം, ഒരു വൈബ്രേറ്റിംഗ് സൗണ്ട് കണ്ടോ? ക്ലച്ചിൽ ഒരു വൈബ്രേഷൻ കണ്ടോ? വൈബ്രേഷൻ സൗണ്ട്. നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇതിനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ ജസ്റ്റ് ഒരു ഇമ്പൾസ് കൊടുത്താൽ ഇത് ഏത് ഫ്രീക്വൻസിയിൽ ഈ ഹാൻഡിൽ ഓസിലേറ്റ് ആകും, ഇങ്ങനാവുമോ അതോ ഇങ്ങനാവുമോ, അതേത് ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ആവും, അതാണ് ഈ ഹാൻഡിലിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ഇപ്പം ഞാൻ ഈ നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് K/M. K എന്നതാ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. ഞാൻ രണ്ട് ഫാക്ടർ പറഞ്ഞു, ഒന്ന് സ്പ്രിങ് കോൺസ്റ്റൻറ്റും ഒന്ന് മാസും. ഈ രണ്ട് ഫാക്ടറാണ് ഇതിന് നാച്ചുറൽ ഫ്രീക്വൻസിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി F is given by square root of K divided by M, where K is spring constant of this handlebar and M is the mass of this handlebar, this portion. Spring constant is decided by the flexibility of the handle, rigidness of the handle, shape of the handle. Mass is decided by nothing but the mass of material present in here to here. So this is natural frequency. Okay, ഇതിൽ നമുക്ക് ഇപ്പോൾ ഈ നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾക്ക് മാറ്റാൻ പറ്റും, ജസ്റ്റ് ബൈ വേരിങ് K and M factors. K മാറ്റണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? ഈ ഹാൻഡിലിൻ്റെ സ്റ്റിഫ്നെസ് മാറ്റണം, അതിൻ്റെ വണ്ണം മാറ്റിയാലും ആവും, അതിൻ്റെ തിക്നെസ് മാറ്റിയാലാവും, പിന്നെ അതിൻ്റെ ഷേപ്പ് മാറ്റിയാലും സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ആകും. പിന്നെ മാസ് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്നാ ചെയ്യാം? മാസ് ഇവിടെ വെയിറ്റ് ഒന്നും തൂക്കിയിടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഉള്ള സാധനമാണ് ഈ ബാർ ആൻഡ് വെയ്റ്റ്സ്. പലരും ഇത് കണ്ടു കാണും. ഇത് പഴയ എൻഫീൽഡില്ല, ഇത് പുതിയൊരു ഡിസ്കവറിയാണ്, പുതിയൊരു ഇന്നോവേഷനാണ്. ഇത് പുതിയ എൻഫീൽഡുകൾക്കെല്ലാം രണ്ട് സൈഡിലും ബാർ ആൻഡ് വെയ്റ്റ്സ്, ഹാൻഡിൽ ബാർ ആൻഡ് വെയ്റ്റ്സ് എന്ന് പറയും. ഇത് ബേസിക്കലി ഫ്രീക്വൻസി കുറയ്ക്കാനുള്ളൊരു സാധനമാണ്. ഞാൻ പറഞ്ഞു നാച്ചുറൽ ഫ്രീക്വൻസി F is equal to square root of K/M, അതായത് റൂട്ട് K/M. K ഡിനോമിനേറ്ററിലായതുകൊണ്ട് തന്നെ
ഈ ഹാൻഡിലിൻ്റെ മാസ് കൂട്ടി അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടിയാൽ നാച്ചുറൽ ഫ്രീക്വൻസി പൊതുവേ കുറയും. ഞാനീ പറയുന്നതിൻ്റെ ഒക്കെ ഡെമോൺസ്ട്രേഷനെ കാണിക്കാം. ജസ്റ്റ് അതിൻ്റെ ടെക്നിക്കൽ ബ്രീഫിംഗ് ഒന്ന് പറയുന്നതുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ടെക്നിക്കൽ അത്ര മനസ്സിലാകാത്തവർക്ക് ഞാൻ എൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷനും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അത് കഴിഞ്ഞ് ഇപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇമ്പൾസ് കൊടുക്കുമ്പോൾ ഹാൻഡിൽ ഏത് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ആകും. ഇനിയും ഫോഴ്സ്ഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ്, അതായത് നമ്മൾ ഈ ഹാൻഡിലിനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഹാൻഡിൽ വൈബ്രേറ്റ് ആകുന്നത് എങ്ങനെയാണ്? എൻഫീൽഡിൻ്റെ സിലിണ്ടറിൻ്റെ പിസ്റ്റണിൻ്റെ സ്ട്രോക്ക് കൂടുതലായതുകൊണ്ട് മറ്റ് ബൈക്കുകളെ പോലെയല്ല ഇത് ഇങ്ങനെ ആകാൻ ഒത്തിരി ലേറ്റാണ്. മറ്റ് ബൈക്കുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. ഇത് ലോങ് സ്ട്രോക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ആ എൻജിൻ്റെ അവിടെ നിന്ന് വരുന്ന വൈബ്രേഷൻ ഇതിലേക്ക് കയറി ഈ ബോൾട്ടെ കൂടെ, റിജിഡ് സ്ട്രക്ചറെ കൂടെ കയറിയാണ് ഹാൻഡിലിനെ ഫോഴ്സ്ഫുള്ളി വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇനിയും നിങ്ങളിൽ പലരും ബോഡി പ്ലോട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് കേട്ട് കാണും. കേൾക്കാത്തവർ വിഷമിക്കേണ്ട, ഞാനിത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഡെമോ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മുടെ ഉദ്ദേശം നമ്മൾ ഈ തിയറി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ എന്തുമാത്രം എഫക്റ്റീവ് ആകുമെന്നുള്ളതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. കാര്യം നമ്മൾ എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചാൽ മാത്രം പോരല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം വേണമല്ലോ. അതുകൊണ്ട് ഞാനൊരു കൺട്രോൾ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ ഫോഴ്സ്ഡ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എൻജിനിൽ നിന്ന് ഇങ്ങനെ ഇതിലേക്ക് കയറി ഇങ്ങനെ വരുന്ന ഈ വൈബ്രേഷൻ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി കാണും. നമ്മൾ ആക്സിലറേറ്റർ കൂട്ടുമ്പോൾ ആ ഫ്രീക്വൻസി മാറും. ലോ RPM ആ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. RPM കൂട്ടുമ്പോൾ ഫ്രീക്വൻസി കൂടും. ഏതോ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഈ ഹാൻഡിലോട്ട് ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി വൈബ്രേഷൻ നമ്മൾ ഫോഴ്സ്ഫുള്ളി കൊടുത്താൽ ഹാൻഡിലിൻ്റെ വൈബ്രേഷൻ ആംപ്ലിറ്റ്യൂഡ് കൂടും. അറ്റ് ദാറ്റ് പോയിൻ്റാണ് നമ്മൾ ഹാൻഡിൽ എൻഫീൽഡ് ഇത്ര സ്പീഡ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ആവുന്നു, ഇത്ര സ്പീഡിൽ കൈവേദന എടുക്കുന്നു എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. എല്ലാ സ്പീഡിലും ഇല്ല, കുറവുള്ള ഫ്രീക്വൻസി കുറവാണെങ്കിൽ, അതായത് നമ്മൾ കുറവുള്ള സ്പീഡുകളിൽ പോകുമ്പോൾ ഹാൻഡിൽ വൈബ്രേഷൻ ആകുന്നില്ല. ഏതോ ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഈ കൈയൊക്കെ വിട്ടാൽ നമുക്കറിയാം ക്ലച്ച് പ്ലേറ്റൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ആകുന്നത് കാണാം. ദാറ്റ് ഈസ് കോൾഡ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഇപ്പോൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്നാന്ന് വെച്ചാൽ ഒരു സിസ്റ്റം നാച്ചുറലി വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമിന് നമ്മളൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഇൻപുട്ട് കൊടുത്താൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, നാരോ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി കാണുള്ളൂ, ആ ഫ്രീക്വൻസിയിൽ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്താൽ വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതായത് വൈബ്രേഷൻ്റെ അത് കൂടും. ഇത് ഇങ്ങനെ ആവും. ആദ്യം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സാധനം ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കൂടി ഇങ്ങനെ അൺസ്റ്റേബിൾ ആവും. ദാറ്റ് ഈസ് കോൾഡ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. At resonant frequency, the amplitude of oscillation increases rapidly. തിയററ്റിക്കലി അത് ഇൻഫൈനൈറ്റ് ആംപ്ലിറ്റ്യൂഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വരെയുള്ള സാധ്യതയുണ്ട്, ഹാൻഡിൽ ഒടിഞ്ഞു പോകാൻ വരെയുള്ള സാധ്യതയുണ്ട് സ്ട്രക്ചറലി. ബട്ട് പ്രാക്ടിക്കലി ഹാൻഡിലിൻ്റെ സ്റ്റിഫ്നെസ്സും കൊണ്ട് അത്രയും എഫക്റ്റ് വരത്തില്ല. ഇനി ഞാൻ ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഹാൻഡിൽ ബാർ, അതായത് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ മഹാവൃത്തികേടായിട്ട് വരുന്ന ആ ഹാൻഡിൽ ബാർ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ ഹാൻഡിൽ ബാറിൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി നമുക്ക് തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഷേപ്പും ഒക്കെ ഒരുപാട് ഫാക്ടർ നമ്മൾ അളക്കേണ്ടതായിട്ട് വരും. അതിൽ നല്ല പ്രാക്ടിക്കലി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ആ ഒറിജിനൽ ഹാൻഡിൽ ബാർ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു 2 ആഴ്ച കഴിഞ്ഞാണ് ഞാൻ തോന്നുന്നു ഇത് മാറ്റിയത്. അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ അത് വെച്ചാണ് ഓടിച്ചത്. അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു വണ്ടി ഒരു 40 കഴിഞ്ഞ് ഒരു 60ലേക്ക് എത്തി, 60 ജസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ ആ പഴയ ഹാൻഡിൽ ബാർ ഭയങ്കര അത്ര ഇല്ല, ക്ലാസിക്കിൻ്റെ അത്രയൊന്നുമില്ല. ക്ലാസിക് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ക്ലാസിക്കിനൊക്കെ അപേക്ഷിച്ച് ഇതിൻ്റെ വൈബ്രേഷൻ വളരെ കുറവാണ്. എന്നാലും ഒരു വണ്ടി ഒരു 60 ക്രോസ് ചെയ്യുമ്പോൾ ഹാൻഡിൽ ഇവിടെ ചെറിയ ഇങ്ങനെ ഒരു സെറെന്നൊരു
ഒരു കൈ വിട്ട ഒരു കൈ വിട്ടുകൊണ്ട് ഓടിച്ചാൽ ഒരു കൈ മാത്രം പിടിച്ച് ഈ കൈ വിട്ടാൽ അറിയാം. മിററൊക്കെ ഇങ്ങനെ കിടന്നൊരു വൈബ്രേഷനുണ്ട്. അപ്പോൾ അതാണ് ആ ഹാൻഡിലിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഈ ഹാൻഡിലിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി എത്ര? അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി 60 ആണെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ റേഞ്ച് 60 തൊട്ടൊരു 70, 80 ആ റേഞ്ചിലൊരു ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ സ്പീഡിൽ വണ്ടിയുടെ ഹാൻഡിൽ ഭയങ്കരമായിട്ട് ഓസിലേറ്റ് ആവും. നമുക്ക് കൈയൊക്കെ വേദന ഇടും. കയ്യിൽ ഇവിടെ കൈയുടെ മുട്ട് വരെ തരിപ്പ് കയറും. അതുകൊണ്ട് ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി മാറ്റണം. നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന സ്പീഡ് എത്ര? 50, 60, 70, 80 ഈ റേഞ്ചിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ പെർട്ടിക്കുലർ റേഞ്ചിൽ നമ്മൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി മാറ്റി അതിലും താഴെ 40, 30 ഒക്കെ ആക്കിയാൽ നമുക്ക് പ്രശ്നമില്ല. അപ്പം അതിന് നമുക്ക് 2 ഓപ്ഷനുണ്ട്. റെസൊണൻറ്റ് ഫ്രീക്വൻസി കുറയ്ക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു F=√K/M. മാസ് കൂട്ടാം. ഹാൻഡിലിൻ്റെ മാസ് കൂട്ടിയ റെസൊണൻറ്റ് ഫ്രീക്വൻസി കുറയും. പിന്നെ സ്പ്രിങ് കോൺസ്റ്റൻറ്റും കൂട്ടാം. സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കുറയ്ക്കാം. അത് ന്യൂമറേറ്ററിലാണല്ലോ K. F=√K/M M കൂട്ടിയാൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി കുറയും, K കുറച്ചാൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി കുറയും. ഇതിൽ നമുക്ക് സ്പ്രിങ് കോൺസ്റ്റൻ്റായിട്ട് വലിയ ധാരണയില്ല. കാരണം ഹാൻഡിലിൻ്റെ കട്ടിയും അതിൻ്റെ റിജിഡ്നെസ് ഒക്കെയാണ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് നിർണ്ണയിക്കുന്നത്. പക്ഷേ മാസ് നമുക്ക് വേഗം മാറ്റാം. ഈ ഹാൻഡിലിനെ അപേക്ഷിച്ച് മാസ് എങ്ങനെ വർദ്ധിച്ചു? ഒരു കാര്യം മാസ് ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ ബാർ ആൻഡ് വേസ്. ഇത് സ്റ്റോക്കിലുള്ളത് തന്നെ, ഞാൻ മാറ്റിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ നീളം കുറച്ചുകൂടെ കൂടുതലാണ്, പിടിക്കുന്ന കുറച്ചുകൂടെ വൈഡാണ്, അതുകൊണ്ട് കുറച്ച് മാസ് കൂടുതലാണ്. പിന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കി ഇതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് വളരെ കുറവാണ് സ്റ്റോക്ക് ഹാൻഡിൽ ബാറിലും. അതുകൊണ്ട് എങ്ങനെയോ തിയററ്റിക്കലി എനിക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും പ്രാക്ടിക്കലി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി എനിക്കൊരു 40 ഇതിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി വരുന്നത്, 40 km/h. അതുകൊണ്ട് ആ ഫ്രീക്വൻസിയിൽ ഓടിക്കുമ്പോഴേ ഒരു 40 km/h സ്പീഡിൽ ഓടിക്കുമ്പോഴേ ഈ വൈബ്രേഷൻ ആവുന്നുള്ളൂ. അതിനും വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ 40 എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഹാൻഡിൽ ബാറിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി 60, 70 അതിലും ഒത്തിരി കുറവാണ്. ഇത് നമുക്ക് അത്ര ഇമ്പാക്റ്റ് വരുന്നില്ല. ഹൈ ഫ്രീക്വൻസി വരുന്നത് ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലിക്കേഷൻ കാരണം നമുക്ക് ഭയങ്കര കൈക്ക് എഫക്റ്റ് വരും. 40 ചെറിയ വൈബ്രേഷൻ ആയാലും നമുക്കത് വലിയ എഫക്റ്റ് വരുന്നില്ല. മനസ്സിലായോ? ഈ കാണുന്നതാണ് വണ്ടിയുടെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. എക്സ് ആക്സിൽ കാണിക്കുന്ന വണ്ടിയുടെ സ്പീഡും വൈ ആക്സിൽ വണ്ടിയുടെ ഹാൻഡിലിൻ്റെ വൈബ്രേഷൻ്റെ സ്ട്രെങ്ത്താണ് കാണിക്കുന്നത്. ബ്രൗൺ റീജിയനാണ് നമ്മുടെ പഴയ സ്റ്റോക്ക് ഹാൻഡിൽ ബാറിൻ്റെ റെസൊണൻറ്റ് ഏരിയ. 60 km/h സ്പീഡ് കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് സഡനായിട്ട് കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ബ്ലൂ ഷെയ്ഡഡ് റീജിയനാണ് G2 ഹാൻഡിൽ ബാറിൻ്റെ റെസൊണൻറ്റ് ഏരിയ. അത് അറൗണ്ട് 35 to 45 ആണ്. സോ പഴയ ഹാൻഡിൽ ബാറിലും ഒത്തിരി കുറവാണ് പുതിയ ഹാൻഡിൽ ബാർ G2 ഹാൻഡിൽ ബാറിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി. സോ ഇനി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ ഞാൻ ഇന്നാൾ കാണിച്ചു. വണ്ടി ഡീകംപ്രസ് ചെയ്യണം. ആദ്യം വണ്ടി താഴുന്നിടം വരെ, കിക്കർ ടൈറ്റ് ആകുന്നിടം വരെ താത്തു. ഇവിടെ കിക്കർ ടൈറ്റായി, ചെറുതായിട്ട് താഴോട്ട് താത്തു. ഇപ്പോൾ ഡീകംപ്രഷനായി, ഓട്ടോ ഡീകംപ്രഷനായി. ഇനിയും ചവിട്ടുക. ഞാൻ പറയുന്നത് കേൾക്കാവെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ചെറിയൊരു വൈബ്രേഷനേ ഉള്ളൂ. ഇതൊന്നും വൈബ്രേഷനായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ആക്സിലറേറ്റർ കൂട്ടുവാണ്. ഒരു പോയിന്റ് നിങ്ങൾ ക്ലച്ചിൻ്റെ ലിവർ നോക്കിക്കോണേ. ക്ലച്ചിൻ്റെ ലിവർ നോക്കിയാണ് നമ്മൾ വൈബ്രേഷൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആക്സിലറേറ്റർ കൂട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കൂട്ടുമ്പോൾ ആദ്യം വൈബ്രേഷൻ ഉണ്ടാവില്ല. പക്ഷേ ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ, അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ആക്സിലറേഷന് വൈബ്രേഷൻ കൂടും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആക്സിലറേഷൻ കൂട്ടുമ്പോൾ വൈബ്രേഷൻ ഇല്ലാതാവും. അപ്പോൾ ആ വൈബ്രേഷൻ കൂടുന്ന ആ പോയിൻ്റാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. നോക്കിക്കോണേ. കണ്ടോ, ഞാൻ അപ്പുറത്തെ ഹാൻഡിൽ ആക്സിലേറ്റർ കൂട്ടുക. ആദ്യം വൈബ്രേഷൻ ഇല്ല,
കണ്ടോ കണ്ടോ, ഈ പോയിന്റ് വൈബ്രേഷൻ ഒത്തിരി ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആക്സിലേറ്റർ കൂട്ടുമ്പോൾ വൈബ്രേഷൻ ഇല്ല. പിന്നെ കുറയ്ക്കുമ്പോൾ കണ്ടോ ഈ പോയിന്റ് വൈബ്രേഷൻ ആകുന്നുണ്ട്. അതിലും കുറയ്ക്കുമ്പോൾ പിന്നെയും വൈബ്രേഷൻ നിൽക്കുന്നുണ്ട്. ആ വൈബ്രേഷൻ ആവുന്ന പോയിൻ്റാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഞാൻ ഇപ്പോൾ വണ്ടി ഓഫ് ചെയ്തിട്ട് ബാക്കി പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടു, ആക്സിലറേറ്റർ ആദ്യം ഇനീഷ്യലി കൂട്ടുമ്പോൾ വൈബ്രേഷൻ ഇല്ല. കൂട്ടി ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ വൈബ്രേഷൻ ഇതൊക്കെ ഇങ്ങനെ ഇളകുക, ഭയങ്കരമായിട്ട് ഇളകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടെ കൂട്ടുമ്പോൾ വൈബ്രേഷൻ ഇല്ലാതാവും, സ്റ്റഡി ആവും. അപ്പോൾ ദാറ്റ് കൂടുതൽ വൈബ്രേഷൻ ആകുന്ന പോയിന്റിന് റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ആ റെസൊണൻറ്റ് ഫ്രീക്വൻസി അറൗണ്ട് നമുക്കൊരു 35 to 40 നമുക്ക് വണ്ടിയുടെ ഹാൻഡിൽ റെസൊനേറ്റ് ആവും. എന്നുവെച്ചാൽ ചെറുതായിട്ടൊരു വൈബ്രേഷൻ ആവും. അതിൽ കൂടുതൽ 40 കൂടുതൽ എത്ര പോയാലും നമ്മൾ ഒരു 40, 60, 80, 90 വരെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഒരു വൈബ്രേഷനേ ഇല്ല, ശകലം പോലും ഇല്ല. നമ്മൾ ഒരു കൈ വിട്ടിട്ട് ഓടിച്ചാലും വൈബ്രേഷൻ ഇല്ല. അതാ ഈ ഹാൻഡിലിൻ്റെ ഗുണം. അപ്പോൾ ഇത് ടെക്നിക്കലി മനസ്സിലാകാത്തവർക്ക് ഹാൻഡിലിട്ടിട്ട് ഓടിച്ചാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഞാൻ അത് ടെക്നിക്കലി മനസ്സിലാക്കിയിട്ടുണ്ട്, അതും പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ വണ്ടി ഓടിച്ചും അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഈ ഹാൻഡിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പഴയ G2 മോഡൽ എൻഫീൽഡിൻ്റെ ഹാൻഡിലാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമുക്ക് ലോക്കൽ സ്റ്റോറിലൊക്കെ എൻഫീൽഡ് ഇത് വിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലോക്കൽ സ്റ്റോറിലൊക്കെ ജനറിക് പാർട്ടായിട്ട് കിട്ടും. മറ്റേ പഴയ ഹാൻഡിലാണെങ്കിൽ നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസി 40 ഒന്നുമല്ല, 60. അതായത് നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന സ്പീഡ് 60-65 വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ടൊരു തരിപ്പാണ്. അപ്പോൾ ആ ഹാൻഡിൽ എനിക്കറിയത്തില്ല, റോയൽ എൻഫീൽഡുകാർ ചെറുതായിട്ട് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് ചെയ്താൽ ഈ പ്രശ്നം സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ജസ്റ്റ് അവർ മാസ് ആഡ് ചെയ്തിട്ട് അവർ അത് ചെയ്യാൻ നോക്കി, റെസൊണൻറ്റ് ഫ്രീക്വൻസി കുറയ്ക്കാൻ നോക്കി. ശരിക്കും ഒന്നും അനാലിസിസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പഴയ സ്റ്റോക്ക് ഹാൻഡിൽ ബാർ വൈബ്രേറ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒത്തിരി ടെക്നിക്കലായിട്ട് പോയി. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ സിമ്പിൾ വേർഡ്സിൽ കമൻറ്റിൽ പറയുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ കണ്ടതിനായിട്ട് പ്രത്യേകം നന്ദി. ആൻഡ് ഇതിൻ്റെ വണ്ടിയുടെ ഫുൾ റിവ്യൂ, ഇത് BS6 ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്. അതിൻ്റെ ഫ്യൂവൽ പമ്പൊക്കെ ഇവിടെ ഉണ്ടോ. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഉടനെ സമയം പോലെ ഇട്ടോളാം. നിങ്ങളെല്ലാവരും അത് കാണണം. പിന്നെ വണ്ടിക്ക് പ്രത്യേകിച്ച് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വണ്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇപ്പോൾ അറൗണ്ട് 1033 കിലോമീറ്ററായി. വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല സുഖമാണ് ലോങ് റൈഡ് ഓടിക്കും. ഞാൻ 4-4.5 മണിക്കൂർ കണ്ടിന്യൂസ് ഓടിച്ചിട്ടുണ്ട്. വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. വണ്ടിക്ക് ഒരു മാറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പഴയ ഒരു ലുക്ക് വരാൻ വേണ്ടി. അതിൻ്റെ ഹാൻഡിലിൻ്റെ ആ ഒരു ലുക്ക് കണ്ടോ, കാട്ടുപോത്തിൻ്റെ ഒക്കെ കൊമ്പ് പോലെയുള്ളൊരു ലുക്ക്. വണ്ടിക്കൊരു മാറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ സൈലൻസറൊന്നും മാറ്റിയിട്ടില്ല, മാറ്റാനൊന്നും പോകരുത്. നമുക്ക് സൗണ്ട് വേണ്ട ഒരു സൈലൻസർ മാറ്റും. പക്ഷേ സൈലൻസർ മാറ്റിയാലുള്ള കുഴപ്പമെന്നു വെച്ചാൽ ചെറിയ റൈഡിനൊക്കെ നല്ലതായിരിക്കും. പക്ഷേ ലോങ് റൈഡിന് നമുക്ക് ആ സൗണ്ട് പട്ടാന്നടിച്ച് നമ്മൾ പെട്ടെന്ന് മടുക്കും. നമ്മുടെ ചെവിയൊക്കെ ഒരുമാതിരിയാവും, പെട്ടെന്ന് മടുത്തു പോകും. ഇതാണെങ്കിൽ ആവശ്യത്തിന് സൗണ്ട് ഉണ്ട്, അത് മതി. ലോങ് റൈഡൊക്കെ പോകുന്നവർക്ക് സ്റ്റോക്ക് സൈലൻസർ തന്നെയാണ് നല്ലത്. പിന്നെ ഒത്തിരി പൊല്യൂഷനും അങ്ങനത്തെ എൻവയറൺമെൻറ്റ് കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ. പൊല്യൂഷനൊക്കെ ഒത്തിരി കുറവാണ്. അവിടെ ഒരു കാറ്റലിറ്റി കൺവേർട്ടർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഫിൽറ്ററൊക്കെ ഉണ്ട്. അതുകൊണ്ട് പൊല്യൂഷനൊക്കെ കുറവായിരിക്കും. വണ്ടിയുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ, EFI പാർട്ട്, സെൻസർ കാര്യങ്ങൾ ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യം വിചാരിച്ച് വണ്ടി വെള്ളം നനച്ച് കഴുകിയാൽ ഈ സെൻസറിൻ്റെ അകത്തെല്ലാം വെള്ളം കയറി അഴുക്കാവുന്ന, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ പൈപ്പ് കണ്ടോ, ആ പൈപ്പ് ഉപയോഗിച്ച് തന്നെ നല്ലതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് ഇതിൻ്റെ അകത്തെല്ലാം സ്പ്രേ ചെയ്ത് കഴുകിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. നമ്മൾ വെള്ളം അടിച്ചു കഴിഞ്ഞ് നല്ലതായിട്ടൊന്ന് ഉണക്ക തുണി വെച്ച് നല്ലതായിട്ടൊന്ന് തൂത്ത് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. ഒരു കുഴപ്പമില്ല.